അമ്മയെ കാണാത്തതിലല്ല എനിക്ക് വിഷമം. കേകയ രാജ്യത്തിന്റെ വിശേഷങ്ങളൊന്നും ഭരതൻ പറഞ്ഞില്ല. എന്റെ അച്ഛനെവിടെ എന്നാണ്. കാരണം വരുന്ന വഴിക്ക് തന്നെ ഭരതന് മനസ്സിലായി എന്തോ ചില ദുരന്തങ്ങൾ കൊട്ടാരത്തിൽ നടന്നിട്ടുണ്ട് എന്ന്. ഉടനെ അമ്മ മറുപടി പറയുകയാണ്, അശ്വമേധ യാഗങ്ങളും അതുപോലെ തന്നെ രാജകീർത്തിക്ക് വേണ്ടുന്ന യാഗങ്ങളും ചെയ്ത്, പുത്രകാമേഷ്ടി ആ യാഗം ചെയ്ത് മഹാരഥന്മാരായ രാജാക്കന്മാര് രാജ്യം ഭരിച്ച് അവസാനം ഏതൊരു പ്രാപ്തിയാണോ അവർ നേടുന്നത്, അതേ സ്വർഗപ്രാപ്തി നിന്റെ അച്ഛൻ നേടിയിരിക്കുന്നുവെന്നും കേട്ടതും ഭരതൻ ബോധം കെട്ടു വീണു. അച്ഛന്റെ മരണം വളരെ ഭംഗിയായി അമ്മ അവതരിപ്പിച്ചു. വളരെ കൂളായിട്ട് താൻ കാരണമാണ് പെടഞ്ഞ് പാവം മരിച്ചതെന്ന സത്യമൊക്കെ മറച്ചുവെച്ച് അവരത് പറയുകയാണ്. ഉടനെ ഭരതൻ ബോധം തെളിഞ്ഞപ്പോ ചോദിക്കുന്നത്, അച്ഛൻ അവസാന വാക്കുകൾ എന്താണ് അമ്മേ പറഞ്ഞത് എന്ന്. ഞങ്ങളെ കാണാൻ അച്ഛൻ കുതിച്ചിരുന്നുവോ? ഭരത എന്ന് വിളിച്ചിരുന്നുവോ? ശത്രുഘ്ന എന്ന് വിളിച്ചിരുന്നുവോ? എന്താണ് അവസാനം പറഞ്ഞ വാക്കുകൾ എന്ന്. അമ്മ സത്യം പറഞ്ഞോടെ രാമ, സീതേ, ലക്ഷ്മണ എന്ന് കരഞ്ഞുകൊണ്ടാണ് അച്ഛൻ മരിച്ചുപോയത്. അച്ഛൻ മരിക്കുന്ന സമയത്ത് അതാണ് പറഞ്ഞത് എന്ന്. അതെന്താണമ്മേ? രാമനും സീതയും ലക്ഷ്മണനും ഇവിടെ ഉണ്ടായിരുന്നില്ലേ? അവരിവിടെ ഉണ്ടായിരുന്നില്ലേ? ആ സത്യവും അമ്മ പറഞ്ഞു. അച്ഛൻ മരിച്ചത് തന്നെ രാമൻ വിട്ടുപോയതിലുള്ള ദുഃഖമാണ്. എവിടെ പോയി അമ്മേ ജ്യേഷ്ഠൻ? എല്ലാം വിസ്തരിച്ച് പറഞ്ഞു തരാം, നീ അവിടെ ഇരിക്കൂ എന്ന് പറഞ്ഞ്, നിന്റെ അച്ഛൻ നിനക്ക് അവകാശപ്പെട്ട ഈ രാജ്യം ശ്രീരാമനെ കൊടുക്കാൻ വേണ്ടിയിട്ട് അഭിഷേകം നിശ്ചയിച്ചപ്പോ നിന്റെ ഭാവിയെ ഓർത്ത് ഞാനത് മുടക്കി. ഞാൻ അച്ഛനിൽ നിന്നും 2 വരം ചോദിച്ചു. ഒന്നാമത്തെ വരം ഈ രാജ്യം നിനക്ക് തരണമെന്നും, രണ്ടാമത്തെ വരം രാമനെ 14 വർഷം കാട്ടിലേക്ക് അയക്കണം എന്നുമാണ് ഞാൻ അച്ഛനിൽ നിന്നും ചോദിച്ച വരം. ഇത് കേട്ടപ്പോ അച്ഛന് വളരെ സങ്കടമായി. പിന്നീട് രാമൻ കാട്ടിലേക്ക് പോവാൻ നിശ്ചയിച്ചപ്പോ സീതയും ലക്ഷ്മണനും രാമനെ അനുഗമിച്ചു എന്നാണ്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഭരതൻ തന്നെ പറയുന്നുണ്ട്, എന്തിനാണ് രാമൻ കാട്ടിലേക്ക് പോയതെന്ന്. 3 ദോഷങ്ങൾ ചെയ്യുന്നവരെയാണ് അത്രേ കാട്ടിലേക്ക് പറഞ്ഞയക്കുക. ഒന്ന്, ഗുരുവിനെ ദ്രോഹിക്കുന്നവര്, ബ്രാഹ്മണരെ സന്യാസിമാരെയൊക്കെ ദ്രോഹിക്കുന്നവരാണ് കാട്ടിലേക്ക് അയക്കും. ഭാര്യ ജീവിച്ചിരിക്കെ അന്യൊരുത്തന്റെ ഭാര്യയെ പോയി പ്രാപിക്കുന്നവരെ കാട്ടിലേക്ക് അയക്കും. ഈ ദോഷങ്ങളൊന്നും രാമന് പറ്റില്ലല്ലോ, പിന്നെന്തിന് രാമൻ കാട്ടിലേക്ക് പോയി എന്ന് പറയുമ്പോ, ഇതാണ് കാട്ടിലേക്ക് പോവാനുള്ള കാരണം എന്ന് പറയുന്ന സമയത്ത് അമ്മ കാരണമാണ് രാമൻ കാട്ടിലേക്ക് പോയതെന്ന കാര്യം മനസ്സിലായതും അത്യന്തം കോപം കൊണ്ട് ഭരതന് മനസ്സിലായി, ആളുകൾ എന്നെ ഉപേക്ഷിക്കാൻ കാരണം ഈ അമ്മ കാരണം ഭർത്താവ് മരിച്ചിരിക്കുന്നു, അമ്മ കാരണം ജനങ്ങൾക്കും അച്ഛനും പൊന്നോമനയായിരിക്കുന്ന എല്ലാവർക്കും പ്രിയങ്കരനായിരിക്കുന്ന രാമൻ കാട്ടിലാണെന്ന് മനസ്സിലായതും കോപം കൊണ്ട് ഭരതനാകെ മാറി. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഉറക്കെ അലറിക്കൊണ്ട് പറയാണ്, ഭർത്താവിനെ കൊന്ന പാതകി, ഭർത്താവിനെ കൊന്ന പാപേ മഹാഘോരേ, നിസ്ത്രഭേ നിർദ്ധയേ ദുഷ്ടേ നിശാചരി, നിന്നുടെ ഗർഭത്തിൽ ഉത്ഭവിച്ചെന്നൊരു പുണ്യമില്ലാതെ മഹാപാപി ഞാനോ, നിന്നോട് ഉരിയാടരുതിനി ഞാൻ ചെന്നു അഗ്നിയിൽ വീണു മരിപ്പവനല്ലാകിൽ, കാളകൂടം കുടിച്ചിടുവനല്ലാകിൽ, വാളെടുത്താശു കഴുത്തറുത്തീടുവൻ. ഭരതൻ ഒരു നിമിഷം കൊണ്ട് കോപാവേശത്തിലേക്ക് വന്ന് തന്റെ അമ്മയുടെ മുഖത്ത് നോക്കി പറയാണ്, സ്വന്തം ഭർത്താവിനെ കൊന്ന ദുഷ്ടേ, നിശാചരി, ക്രൂരേ, നിന്റെ ഈ പാപിഷ്ടമായ ഗർഭത്തിലാണല്ലോ ഞാൻ വന്ന് ജനിച്ചത്, ഇത്ര നിന്ദ്യമായൊരു ഗർഭത്തിലാണല്ലോ ഞാൻ വന്ന് ജനിച്ചത്. ഇനി നിന്നോട് ഒന്നും ഞാൻ സംസാരിക്കില്ല, നീ എന്നോടും ഇനി ഒരു വാക്കുപോലും പറഞ്ഞു പോകരുത്. ഇനി ഞാൻ കാളകൂടം വിഷം കഴിച്ചോ, വാളെടുത്ത് സ്വന്തം കഴുത്ത് വെട്ടിക്കൊണ്ടോ ഞാൻ മരിക്കുകയാണ്. നിന്റെ പുത്രനായി ജീവിച്ചിരിക്കുന്നതിനേക്കാളും ഭേദം മരിക്കുന്നതാണെന്ന്. ഒരിക്കലും കൈകേകി പ്രതീക്ഷിക്കാത്ത വാക്കുകളാണ് ഈ ഒരു സന്ദർഭത്തിൽ നിങ്ങൾ ഒന്ന് ചിന്തനം ചെയ്യുന്നത് നല്ലതാണ്. രാമനോട് കാട്ടിലേക്ക് പോവാൻ പറയുന്ന സമയത്ത് രാമൻ കൈകേയിയോട്
പ്രതികരിക്കുന്നതും ഭരതന് വേണ്ടി രാജ്യം പിടിച്ചു വാങ്ങി, ഭരത നിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ അച്ഛനിൽ നിന്നും രാജ്യം ചോദിച്ചു മേടിച്ചതെന്ന് പറയുമ്പോൾ ആ ഭരതൻ പ്രതികരിക്കുന്നത് നിങ്ങൾ നോക്കൂ. ഒരമ്മയും ഒരു പുത്രനിൽ നിന്നും കേൾക്കാൻ ആഗ്രഹിക്കാത്ത അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത വാക്കുകളാണ് ഭരതൻ അമ്മയോട് പറയുന്നത്. ഇത്ര അതപ്പതിച്ചുവല്ലോ നീ, നിന്റെ ആ നിന്ദ്യമായ ഗർഭത്തിൽ ഞാൻ വന്ന് ജനിച്ചുവല്ലോ എന്ന്. ഇതൊക്കെ നിങ്ങൾ കഥയായിട്ട് കേട്ടു പോകരുത്. വളരെ വളരെ നമ്മൾ ഓർക്കണം. ആദരണീയമായൊരു ജീവിതം നയിക്കണമെങ്കിൽ നമ്മൾ ചിലതെല്ലാം ത്യാഗം ചെയ്യേണ്ടതുണ്ട്. പറയാണ്, അർത്ഥത്തിനും കാമത്തിനും വേണ്ടി ജീവിക്കുന്നവര് അവസാനം നിന്ദ്യമായ വാക്കുകൾ കേൾക്കേണ്ടതായിട്ട് വരും. എത്രയോ ശക്തനായ രാവണന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് മണ്ഡോദരി പറയുന്ന വാക്കുകൾ നിങ്ങൾക്ക് കാണാം. നാണം കെട്ടവനെ. ആ മണ്ഡോദരിയെ വാനരന്മാരെ വസ്ത്രാക്ഷേപം ചെയ്യുന്ന സമയത്ത് രാവണനോട് ചോദിക്കുക, എന്തിനായി നിന്റെ തപം, നീ എന്തിനാണ് തപസ് ചെയ്യുന്നത്? നാണം കെട്ടവൻ, മാനമില്ലാത്തവൻ എന്നൊക്കെ രാവണന്റെ മുഖത്ത് നോക്കി മണ്ഡോദരിയെ കൊണ്ട് രാമ കഥാകൃത്ത് പറയിപ്പിക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ ഭരതൻ കൈകേയിയോട് പറയുന്നത് നമ്മളെയൊക്കെ ഓർമ്മിപ്പിക്കുകയാണ്. എന്താ ഓർമ്മിപ്പിക്കുന്നത്? വെറും അർത്ഥത്തിനും കാമത്തിനും വേണ്ടി നാം ജീവിതം നയിച്ചാൽ നാളെ നമ്മുടെ പിൻതലമുറക്കാര് നമ്മളെ നാളെ നിന്ദിക്കും അവരെന്ന് പറയുകയാണ്. പ്രായം കൂടുന്തോറും അർത്ഥത്തിൽ നിന്നും കാമത്തിൽ നിന്നും മനസ്സിനെ ഉയർത്തി ഏതിലേക്ക് ഉയർത്തണം? മോക്ഷധർമ്മത്തിലേക്ക് ഉയർത്തിക്കഴിഞ്ഞാൽ നമ്മുടെ പിന്തുടർച്ചക്കാര് നമ്മളെ ആദരിക്കും, ബഹുമാനിക്കും എന്ന് പറയണം. എന്ന് മാത്രമല്ല, അവർ പറയും അച്ഛൻ പോയ മാർഗം ശരിയാണ്, അമ്മ പോയ മാർഗം ശരിയാണ്. ഒരു ധ്രുവന്റെ കഥ നമുക്കറിയാലോ. അമ്മ നല്ല വഴിക്ക് ധ്രുവനെ പറഞ്ഞയച്ചപ്പോ, അമ്മയുടെ മാർഗം ശരിയായപ്പോ ധ്രുവന് സ്വർഗപ്രാപ്തി കിട്ടേണ്ട ഒരു ഘട്ടം വന്ന സമയത്ത് വിമാനം വന്ന് നിൽക്കണു. അതിലേക്ക് പാദം വെച്ചുകൊണ്ട് വിഷ്ണുദൂതന്മാരോട് പറയുകയാണ്, ഞാൻ വരുന്നില്ല ഈ വിമാനത്തിലേക്ക് എന്നാണ്. ചോദിച്ചു, എന്താ വരാത്തതെന്ന്. എന്റെ ഈ ഉന്നതിക്കൊക്കെ കാരണഭൂതയായത് അമ്മയാണ്, അമ്മയില്ലാതെ ഞാൻ വരുന്നില്ല എന്ന്. നോക്കണേ, ഉത്താനപാത മഹാരാജാവിനെ അല്ല ധ്രുവൻ സ്മരിച്ചത്. ധ്രുവൻ സ്മരിച്ചത് അമ്മയാണ് പറയാണ്. ഉത്താനപാത മഹാരാജാവ് കാമത്തിന് വേണ്ടി ജീവിച്ചപ്പോ, അമ്മ ഈശ്വരപ്രേമത്തിലേക്ക് മനസ്സിനെ തിരിച്ചപ്പോ ധ്രുവൻ ആദരിച്ചത് ഈശ്വരപ്രേമത്തിലേക്ക് മനസ്സ് തിരിച്ച അമ്മയാണ്. ഇത് നമുക്ക് ഓർമ്മിപ്പിക്കുകയാണ്. പ്രായം കൂടുന്തോറും അർത്ഥത്തിൽ നിന്നും കാമത്തിൽ നിന്നും മനസ്സിനെ മാറ്റിയെടുക്കൂ. കൂടുതൽ കൂടുതൽ മനസ്സിനെ ഈശ്വരപ്രേമത്തിലേക്ക് കൊണ്ടുവരൂ. നമ്മൾ വീടുകളിലൊക്കെ ഉണ്ടല്ലോ, മക്കളോട് സംസാരിക്കുമ്പോഴും സമ്പത്ത് സംബന്ധമായും അവരുടെ ജീവിത സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതിന് പകരം ഭഗവാന്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കൂ. കൂടുതൽ സമയം നമ്മൾ വീട്ടിൽ ചെലവഴിക്കുന്നതിന് പകരം ആധ്യാത്മികമായ കാര്യങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിക്കൂ. നമ്മളെപ്പോഴും ഓർക്കേണ്ടത്, നാളെ ഞാൻ മരിച്ചുപോയി കഴിഞ്ഞാൽ എന്റെ മക്കൾ എന്നെക്കുറിച്ച് ഏത് വിധത്തിലാണ് ആലോചിക്കേണ്ടത്, ഓർക്കേണ്ടത് എന്നാണ്. ഒരു ഭരതൻ കൈകേയിയെ നിന്ദിച്ചതുപോലെ, അതുപോലെ തന്നെ ഭരതന് ഇനി അച്ഛനെയും ആദരവുണ്ടാവില്ല. കാമലംബടനായിപ്പോയല്ലോ അച്ഛൻ എന്നാണ്. ആ രീതിയിൽ മക്കൾ ഓർക്കാൻ ഇടവരരുത് എന്ന് പറയാണ്. ഇപ്രകാരം അമ്മയോട് പറഞ്ഞിട്ട് പറഞ്ഞു, നാണം കെട്ട, ഇനി നിന്റെ അടുത്ത് ഞാൻ താമസിക്കുന്ന പ്രശ്നമില്ല. ലോകത്തിന്റെ മുന്നിൽ നീ എന്നെ അധപ്പതിപ്പിച്ച് ചീത്തപ്പേരുണ്ടാക്കി. ഇപ്പൊ ലോകം തെറ്റിദ്ധരിക്കും, എന്ത് ഭരതൻ പറഞ്ഞിട്ടാണ് അമ്മ ഈ കാര്യങ്ങൾ അച്ഛനോട് ചോദിച്ചിരിക്കുന്നതെന്ന്. മനസാ വാച കർമ്മണ ഞാൻ ഈ സ്വത്ത് ആഗ്രഹിച്ചില്ല, രാജ്യം ആഗ്രഹിച്ചില്ല എന്ന് മാത്രമല്ല, രാമനില്ലാത്ത രാജ്യം എനിക്ക് ആവശ്യമില്ല, ഇതെന്റേതല്ല രാജ്യം. ഇക്ഷ്വാകു വംശത്തിന്റെ പാരമ്പര്യം ധർമ്മം മുഴുവൻ തെറ്റിച്ചില്ലേ എന്നൊക്കെയാണ് അമ്മയോട് ചോദിക്കുന്നത്. ഒരു നിമിഷം ഭരതന് അമ്മയെ കൊല്ലാനുള്ള മനസ്സ് പോലും തോന്നി എന്നാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നിന്നെ ഞാൻ കൊല്ലാത്തതിന് കാരണം രാമനെ വിചാരിച്ചിട്ടാണ് എന്ന്. മാപ്പ് കൊടുക്കുകയാണ് അമ്മയ്ക്ക്. അവിടെ നിന്നും പിന്നെ നിന്നില്ല. ഇനി നിന്റെ അടുത്ത് നിൽക്കുന്ന പ്രശ്നമില്ല. ഒരു നിമിഷം അതിൽ നിന്ന് അവിടെ നിന്നും പുറത്തേക്ക് ചാടി അച്ഛന്റെ ശവശരീരം കാണാനല്ല ഓടിയത് കൗസല്യ മാതാവിന്റെ അടുത്തേക്കാണ്. വേദനിച്ച് രാമവിരഹത്താലും ഭർത്താവിന്റെ വിയോഗത്താലും ദുഃഖിച്ച് തളർന്നിരിക്കുന്ന കൗസല്യ മാതാവിന്റെ അടുത്ത് എന്ന് ആ കാൽക്കൽ ചെന്നൊരൊറ്റ വീഴ്ചയാണ്.
കൗസല്യ മാതാവിനെ നിയന്ത്രിക്കാൻ സാധിച്ചില്ല. നാവിൽ നിന്ന് വീണുപോയി. അച്ഛനെ കാലപുരിയിലേക്ക് അയച്ച്, എന്റെ പുത്രനെ കാട്ടിലേക്ക് അയച്ച്, ഭരത സുഖമായി വാഴൂ രാജ്യം. ഭരതനത് വലിയ കുത്തുവാക്ക് പോലെ അമ്മയുടെ പാദത്തിൽ വീണ് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അമ്മേ, ഞാൻ അറിഞ്ഞുകൊണ്ടല്ല രാജ്യം അമ്മ എനിക്ക് ചോദിച്ചു മേടിച്ചത്. ഞാൻ ഈ കാര്യം അറിഞ്ഞതേയില്ല. ഇത്രയും നിന്ദ്യമായ ഒരു അമ്മയുടെ പുത്രനായല്ലോ എന്ന വേദനയിലാണ് ഞാൻ. രാമനല്ലാതെ എനിക്ക് വേറെ ആരും ആശ്രയമില്ല. ഇതെനിക്ക് അവകാശപ്പെട്ടതല്ല. ഇത് പൂർണ്ണമായും രാമന്റേതാണ്. ഞാൻ വെറും ഒരു രാമന്റെ പാദങ്ങളിലിരിക്കുന്നവനാണ്. അമ്മ എന്നെ തെറ്റിദ്ധരിക്കരുത്. എനിക്കിനി ഒരേ ഒരു കാര്യമേ ചെയ്യാനുള്ളൂ. എത്രയും വേഗം രാമനെ കൂട്ടിക്കൊണ്ടുവന്ന് ഈ രാജ്യം രാമനെ കൊണ്ട് ഭരിപ്പിക്കണം. ഇതേയുള്ളൂ എനിക്ക് മോഹം. അമ്മ എന്നെ ശപിക്കരുത്. ഇത് പറഞ്ഞതും അമ്മ പിടിച്ചുയർത്തി തന്റെ മടിയിലിരുത്തി ആലിംഗനം ചെയ്തു. എന്നിട്ട് ശിരസിൽ തലോടിക്കൊണ്ട് പറഞ്ഞു, പുത്ര, എനിക്കറിയാം നീ നിരപരാധിയാണ്. നിന്റെ അമ്മ ഏതോ കാമ പ്രേരണയാൽ നിനക്ക് വേണ്ടി ഇതെല്ലാം ചോദിച്ചു മേടിച്ചു. നോക്കൂ, ഇപ്പൊ കൈകേയിക്ക് എന്താ കിട്ടിയത്? ഒന്നും കിട്ടിയില്ല. നോക്കൂ കൈകേയിയുടെ അവസ്ഥ. രാമായണമൊക്കെ ഉണ്ടല്ലോ, ഇന്നത്തെ ലോകത്തിൽ നമുക്ക് കാണിച്ചു തരികയാണ്. ആളുകൾ സമ്പത്ത് എന്ന് പറഞ്ഞ് ചിലർ ഓടും സമ്പത്തിന്റെ പിന്നാലെ. അവസാനം അവർക്ക് ഒന്നുമില്ലാത്തൊരവസ്ഥയിലെത്തുന്ന ആളുകളുണ്ട്. ചിലരിതുപോലെ കാമത്തിന് വേണ്ടി ഓടും, ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് എത്തുന്ന ആളുകളുണ്ട്. അതല്ല ഓട്ടം. പറയണം, മാനിഷാദ, അർത്ഥത്തിന്റെയും കാമത്തിന്റെയും പിന്നിൽ കാട്ടാള ഓടരുത്. ആരുടെ പിന്നാലെ ഓടണം? രാമന്റെ പിന്നാലെ ഓടൂ. രാമായണം അതാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ഭരതൻ അതെല്ലാം പറഞ്ഞതും ഉടനെ വസിഷ്ഠാദി മഹർഷിമാരവിടെ വന്നു. പറഞ്ഞു, ഭരതൻ അച്ഛൻ മരിച്ചിട്ട് കുറെ ദിവസങ്ങളായി, എണ്ണത്തോണിയിലിട്ട് വെച്ചിരിക്കുകയാണ്. മൂത്തപുത്രൻ രാമനാണെങ്കിലും വനവാസം ചെയ്യുന്ന രാമൻ ഒരിക്കലും തിരിച്ചു വരില്ല. 14 വർഷം കഴിഞ്ഞാലേ രാമൻ തിരിച്ചു വരുള്ളൂ. കാരണം രാമന്റെ വാക്കുകൾ ഒരിക്കലും തെറ്റില്ല. സത്യം ചെയ്തു പോയത് രാമൻ. അതുകൊണ്ട് ഇനി അച്ഛന്റെ ശരീരം സംസ്കരിക്കേണ്ടതുണ്ട്. ആ അച്ഛന്റെ ശരീരത്തെ കാണാൻ വേണ്ടി ഭരതൻ പോവുകയാണ്. എണ്ണത്തോണിയിലിട്ട് വെച്ചിരിക്കുന്ന അച്ഛന്റെ ശരീരം കാണുന്നതും ഭരതൻ അങ്ങോട്ട് പൊട്ടിക്കരയാൻ തുടങ്ങും. അവിടെ വെച്ച് വീണ്ടും ഒരു രസകരമായൊരു ഉപദേശം വസിഷ്ഠാദി മഹർഷിമാര് പറഞ്ഞു കൊടുക്കുന്നൊരു ഭാഗമുണ്ട്. പറയണു, ഉണ്ണി, ഒരിക്കലും മരിച്ചു കിടക്കുന്ന ഒരാളുടെ മുന്നിൽ നമ്മളിങ്ങനെ വാവിട്ട് കരയരുത്. വളരെ ശ്രദ്ധിക്കേണ്ട ഭാഗങ്ങളാണതൊക്കെ. പറയണു, ഒരാൾ മരിച്ചു കിടക്കുന്ന സമയത്ത് കരയുന്നത് വിവേകമില്ലാത്തവരെ കരയുള്ളൂ പ്രിയാണ്. അപ്പം നമ്മൾ കരയാതിരുന്നാലോ അത് വലിയ പ്രശ്നമാവും. വേണ്ടപ്പെട്ടവർ മരിച്ചു കിടക്കുന്ന സമയത്ത് തമിഴ്നാട്ടിലാണെങ്കിൽ നമുക്ക് വിളിക്കാൻ കരയിപ്പിക്കാൻ ആളെ കിട്ടുന്നിരിക്കുക അല്ലേ? നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ കരഞ്ഞിട്ടില്ലെങ്കിൽ എന്ത് മനസ്സാ അവളുടെ മനസ്സ്, ഒരു തുള്ളി കണ്ടുവന്നിരുന്നില്ല. ആളുകൾ അതാ പറയുക, കരയാതിരുന്ന സ്നേഹമില്ലാത്തവരെ കരയുള്ളൂ എന്നാ പറയുന്നത്. പല കരിങ്കല്ലെറ്റിയാണ് അവളുടെ മനസ്സെന്നൊക്കെ ചോദിക്കുക. ശാസ്ത്രങ്ങൾ പറയണോ, ഒരാൾ മരിച്ചു കിടക്കുമ്പോണ്ടല്ലോ കരയല്ല വേണ്ടത്, ആ ശവത്തിനരികിലിരുന്ന് ഭഗവത് നാമം ചൊല്ലിയാണ് വേണ്ടത്. ഇതാണ് നമ്മുടെ സംസ്കാരം. നമുക്ക് നഷ്ടപ്പെട്ടു പോയി. ഇപ്പോ ഞാനൊക്കെ എന്റെ കുട്ടിക്കാലത്ത് കണ്ടിരിക്കുന്നത് മരിച്ചു കഴിഞ്ഞാൽ അടുത്ത് രാമായണമൊക്കെ വായിക്കുന്നതാണ്. നിങ്ങളും കണ്ടിട്ടുണ്ടാവണം. മരിച്ചു കിടന്നു കഴിഞ്ഞാലല്ലോ വിളക്ക് കൊളുത്തി ആരെ കൊണ്ടെങ്കിലും, വീട്ടിലുള്ളവർ വായിക്കില്ല, കാരണം അവരാ ദുഃഖത്തിലായിരിക്കും. ആരെങ്കിലും ഒരാൾ അവിടെ ഇരുന്ന് രാമായണം ഉറക്കെ വായിക്കും. കരയാനുള്ളവരൊക്കെ വേറെ മുറിയിലേക്കാണ് കൊണ്ടുപോവുക. ശവം കിടത്തിയ റൂമിൽ ആരെയും കരയിപ്പിക്കില്ല. ഇന്നിപ്പോ ഈ സിനിമ വന്നിട്ടുണ്ടല്ലോ, സിനിമയിലെ സീനുകളൊക്കെ ആളുകളും ചെയ്യാൻ തുടങ്ങി. ഡെഡ് ബോഡിയുടെ മുകളിൽ വീണിട്ട് അയ്യോ പോയല്ലോ എന്ന് പറഞ്ഞിട്ട്, ആരുമില്ലല്ലോ എന്നുള്ളത്. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഏത്? ഇനി എനിക്ക് ആരുമില്ലല്ലോ എന്ന്. അതായത് ഇനി എനിക്ക് ആരുമില്ലല്ലോ എന്ന് പറഞ്ഞാൽ എന്റെ ആള് പോയല്ലോ, ഇനി എനിക്ക് ആരുമില്ലല്ലോ എന്ന് പറയുമ്പോണ്ടല്ലോ, നിങ്ങൾ ആരെങ്കിലും റെഡിയാണെങ്കിൽ ഞാനും റെഡിയാണെന്ന് പറയുകയാണ്. ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ സംസ്കാരം നമ്മൾ കാണുന്നത്. എത്ര അധപ്പതിച്ചു പോയി നോക്കൂ. ആ തരത്തിലുള്ള സംസ്കാരങ്ങളായിരുന്നില്ലേ നമ്മുടെ ഭാരതത്തിന്റെ സംസ്കാരം. നോക്കൂ, മരിച്ചു കിടക്കുന്ന ദശരഥന്റെ ശവശരീരത്തിന്റെ അടുത്ത് ഉണ്ണി കരയല്ല വേണ്ടത്, വിവേകത്തോടെ അച്ഛന് സൽഗതി കിട്ടണം. അപ്പൊ നമ്മള് പൂർവികന്മാര് ഇങ്ങനെയാണ് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. ഇതിനൊന്നും തെളിവില്ലേ?
അതായത് ഒരു ജീവൻ ശരീരം വിട്ടുപോയാൽ, അതും ആധ്യാത്മികമായി ഉയരാത്ത ജീവനാണെങ്കിൽ, ആസക്തനായൊരു ജീവനാണെങ്കിൽ, കുടുംബത്തോടും സമ്പത്തിനോടും ബന്ധുമിത്രാദികളോടും ആസക്തനായൊരു ജീവനാണെങ്കിൽ, ശരീരം വിട്ടുപോയാലും ആ ശരീരത്തോട് ചുറ്റിപ്പറ്റി ആ ജീവൻ നിൽക്കുമത്രേ. അതുകൊണ്ടാണ് നമ്മൾ ഭാരതീയ സംസ്കാരത്തില് മരിച്ച അന്നു മുതൽ ആ ജീവാത്മാവിനെ അവിടെ നിന്നും പിതൃലോകത്തിലേക്ക് പറഞ്ഞയക്കുന്ന ശ്രാദ്ധകർമ്മങ്ങൾ ചെയ്യുന്നത്. ഈ പുലകളൊക്കെ നമ്മൾ ആചരിക്കുന്നുണ്ട്. അത് ആചരിക്കുന്നതിന് കാരണം ആ പ്രേതത്തെ നമ്മൾ അവിടെ നിന്നും പിതൃലോകത്തിലേക്ക് പറഞ്ഞയക്കുകയാണ്. അതായത് ഇനി പിതൃലോകത്തിലേക്ക് ആ ജീവൻ പോയാലേ അയാൾക്ക് ഇനി ഗതി കിട്ടുകയുള്ളൂ എന്ന്. എന്നാൽ ഈ ശ്രാദ്ധം ആർക്ക് ചെയ്യണ്ട? ആരാണോ ഈശ്വര വിചാരത്തോടെ മരിച്ചു പോകുന്നത് അവർക്കൊന്നും വേണ്ടി ശ്രാദ്ധം ചെയ്യേണ്ട ആവശ്യമില്ല. ഭഗവാൻ പറയണോ, ആരാണോ എന്നെ തന്നെ സ്മരിച്ചുകൊണ്ട് ശരീരം ഉപേക്ഷിക്കുന്നത്, മാമുമിത്യതു കൗന്ദേയ പുനർജന്മം ന വിദ്യതേ. കാരണം മയ്യേവ പ്രവിലീയതേ. അവരെവിടെ വന്ന് ചേരുന്നു? ഭഗവത്പാദത്തിൽ വന്ന് ചേരുന്ന ആൾക്ക് പിന്നിത് പിതൃലോകം. മനസ്സിലായില്ലേ? അപ്പൊ ഭഗവത്പാദത്തിൽ വന്ന് ചേരാത്തവർക്കാണ് ഏത് ലോകം? മനസ്സിലാക്കണേ, ഇത് മനസ്സിലാവുണ്ടല്ലോ നിക്ക്. ഭഗവത് സ്മരണ ചെയ്ത് മരിക്കുന്ന ഒരാള്, ഭഗവാൻ ഗീതയിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു. ഗീതയിൽ 2-ാം അധ്യായം ഉപസമരിപ്പിക്കുന്നത് അങ്ങനെയാണ്: ഏഷാ ബ്രാഹ്മീ സ്ഥിതി പാത നൈനാം പ്രാപ്യ വിമുഹ്യതി സ്ഥിത്വാസ്യാമന്തകാലേപി ബ്രഹ്മനിർവാണമൃച്ഛതി. അന്തകാലേ സ്ഥിത്വ, ആരുടെ മനസ്സാണോ ശരീരം ഉപേക്ഷിക്കുന്ന സമയത്ത് എന്നിൽ തന്നെ ഉറച്ചിരിക്കുന്നത്, ബ്രഹ്മനിർവാണമൃച്ഛതി. ബ്രഹ്മനിർവാണം എന്ന് പറഞ്ഞാൽ ബ്രഹ്മമായിരിക്കുന്ന എന്നിലേക്ക് തന്നെ അവര് നിർവാണം പ്രാപിക്കും. നിർവാണം എന്ന് പറഞ്ഞാൽ എന്നിലേക്ക് പൂർണ്ണമായി ലയിക്കും. അപ്പൊ എന്നിലേക്ക് ലയിക്കുന്ന ഒരാൾക്ക് വേണ്ടി പിന്നെ എന്ത് ചെയ്യണ്ട? മനസ്സിലാവുണ്ടല്ലോ, ശ്രാദ്ധകർമ്മം ചെയ്യണ്ട. ശ്രാദ്ധകർമ്മമൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ്, പിതൃലോകത്തിലേക്ക് അയക്കാനാണ്. ഇവർക്ക് പിതൃലോകമില്ല. ഇവരെവിടെ ഇരിക്കണോ? ഭഗവത്പാദത്തിലിരിക്കുന്നു പ്രിയേണ. അപ്പൊ അങ്ങനെ മരിക്കുന്ന ആളുകൾക്ക്, ഭഗവത് സ്മരണമില്ലാതെ മരിക്കുന്ന ആളുകള് മരിച്ചു കഴിഞ്ഞാൽ കരയരുത് എന്ന് പറയാനുള്ള കാരണം, നമ്മൾ കരയുന്ന സമയത്ത് ആ പ്രേതത്തിന് അവിടെ വിട്ടുപോവാൻ തോന്നില്ലത്രേ. അതുകൊണ്ട് ചില പ്രേതങ്ങളൊന്നും പോവില്ല. പിന്നെ അവരെ ആവാഹിച്ച് തിലഹോമൊക്കെ ചെയ്ത് അവിടെ നിന്നും പറഞ്ഞയക്കേണ്ട ഗതികേടൊക്കെ ഉണ്ടാക്കേണ്ടി വരും. ചില വീടുകളിലൊക്കെ ഉണ്ടല്ലോ, ജ്യോത്സ്യന്മാര് പറയും നിങ്ങളുടെ മുത്തശ്ശൻ ഇപ്പോഴും ഉണ്ട് എന്ന്. ചിലരൊക്കെ മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും അല്ലെങ്കിൽ അച്ഛന്മാരും അമ്മമാരൊക്കെ വീട്ടിലിങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കാനുള്ള കാരണം ഇതുകൊണ്ടൊക്കെയാണെന്നാണ്. ഇതൊക്കെ വിശ്വാസമാണ്, അതിനൊന്നും തെളിവില്ല, നിങ്ങൾക്ക് പ്രൂഫില്ല. നമ്മളിങ്ങനെ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ശ്രാദ്ധം എന്നുള്ളത് ശ്രദ്ധയിൽ നിന്നാണ് വരുന്നത്. നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ അക്സെപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ വിട്ടേക്കുക. അപ്പൊ അതുകൊണ്ട് ഒരാൾ മരിച്ചു കിടക്കുന്ന സ്ഥലത്ത് എന്ത് ചെയ്യരുത്? കരുത്. ഇനി ശ്രീരാമസ്വാമി ഇതേ കാര്യം വിഭീഷണനോട് പറയും. രാവണൻ മരിച്ചു കിടക്കുന്ന സമയത്ത് രാവണന്റെ ശരീരത്തിന്റെ അടുത്ത് കിടന്ന് കരയരുതേന്ന് മറ്റൊന്നുകൂടി പറയണോ? തന്നെ കുറിച്ചു കരയരുതേതുമേ നല്ലതല്ലതു പരലോകത്തിനോ സഖേ. ഒരാൾ മരിച്ചു കിടക്കുന്ന സമയത്ത് നമ്മൾ കരയുന്നത് അയാളുടെ പരലോകഗതിക്കത് നല്ലതല്ല എന്നാണ് രാമായണത്തിൽ നമ്മൾ ഓർമ്മിപ്പിക്കുന്നത്. എന്തായാലും നിങ്ങളാരും വിഷമിക്കേണ്ട, പണ്ടത്തെ പോലെ കരച്ചിലൊന്നുമില്ല. ഇന്നിപ്പോ കരയാൻ തന്നെ ആളെ കിട്ടുക, വേറെ ആളെ വിളിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ്. പണ്ടുള്ളവരുടെ സ്നേഹബന്ധത്തിന്റെ ആഴൊന്നും ഇന്ന് ഇല്ലാത്തതുകൊണ്ട് മാക്സിമം പോയാൽ കുറച്ചു നേരമൊക്കെ. എന്തായാലും വിവേകമുള്ളവര് എത്ര വേണ്ടപ്പെട്ട ആളുകൾ മരിച്ചാലും അവിടെ ഇരുന്നു കൊണ്ട് നാമം ജപിക്കണം. നമുക്ക് വേണ്ടപ്പെട്ട ആളുകൾ നമുക്ക് തീരെ സങ്കടം സഹിക്കാൻ വയ്യാന്നുണ്ടെങ്കിൽ ആ മരിച്ചിടത്ത് കടന്ന് കരയരുത്. മറ്റൊരു ദിക്കിൽ പോയി കരച്ചിലോ ബഹളോ എന്ത് വേണമെങ്കിലും കാണിക്കാം. ഇതൊക്കെ ശരിക്കും ഉൾക്കൊള്ളണേ. നമ്മൾ രാമായണമൊക്കെ ഒരു സംസ്കാരമാണ്. ഹൗ വി ഷുഡ് ലീവ്, ഹൗ വി ഷുഡ് എക്സ്പ്രസ് അവർ ഫീലിംഗ്. കരച്ചിലിനെതിരല്ലേ രാമായണം? കരയാണെങ്കിൽ
ആ ശവത്തിന്റെ അടുത്തിരുന്ന് കരയരുത്. അവിടെ ആ ജീവന് ഗതിയുണ്ടാവണേ എന്നേ വിചാരിക്കാവൂ. ഇപ്രകാരം ഉണ്ണി കരയല്ല വേണ്ടത്. എന്നിട്ട് ഒരു കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ജീർണവസ്ത്രങ്ങൾ ഉപേക്ഷിച്ചു ദേഹികൾ പൂർണ്ണശോഭം നവവസ്ത്രങ്ങൾ കൊള്ളുന്നു. ജീർണദേഹങ്ങൾ അവണ്ണം ഉപേക്ഷിച്ചു പൂർണ്ണശോഭം നവദേഹങ്ങൾ കൊള്ളുന്നു. കാലചക്രത്തിൻ ഭ്രമണവേഗത്തിനോ മൂലമർക്കഭേദങ്ങളറിക നീ. ദുഃഖത്തിനെന്തൊരു കാരണം ചൊല്ലു നീ. മുഖ്യജനമതം കേൾക്ക ഞാൻ ചൊല്ലുവൻ. ആത്മാവിനില്ല ജനനം മരണവും ആത്മനീ ചിന്തിക്ക ഷഡ്ഭാവവുമില്ല. ഇതെല്ലാം കൂടുതൽ കൂടുതൽ നിങ്ങൾ പഠിക്കും തോറും, കൂടുതൽ കൂടുതൽ ഉൾക്കൊള്ളും തോറും നിങ്ങൾക്ക് മനസ്സിലാവും മരണം എന്ന് പറയുന്നത് ഇതൊരു അവസാനത്തെ യാത്രയല്ല. ഇത് ഒരു വേഷമഴിച്ചു വെച്ച് മറ്റൊരു വേഷത്തിലേക്കുള്ള യാത്രയാണ്. ഈ വേഷമെടുക്കുന്നത് മനസ്സാണ്, വേഷമഴിച്ചു വെക്കുന്നതും മനസ്സാണ്. എത്ര കാലം വേഷമെടുക്കും, വേഷമഴിച്ചു വെക്കും?